പ്രിയപ്പെട്ടവരെ, നമ്മൾ തുടർന്ന് ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കാലാകാലങ്ങളായി അനുഭവപ്പെടുന്ന ചില പീഡകളെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് അനേകര് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പറയുന്നൊരു വിഷയമാണ്, ഞങ്ങളുടെ കുടുംബത്തിനെതിരെ മന്ത്രവാദം, കൂടോത്രം, ആഭിചാര പ്രക്രിയകൾ ചെയ്തത് വഴിയായി ഞങ്ങൾ സഹിക്കുകയാണ്, ഞങ്ങൾ അനുഭവിക്കുകയാണ്, ഞങ്ങൾ തളരുകയാണ്. വളരെ വ്യക്തമാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന, ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുൾപ്പെടെ അനേകരുടെ കുടുംബങ്ങളിൽ ഇത്തരത്തിലുള്ള അനേക പീഡകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയാ, ശ്രുതിപര ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധയും പ്രാർത്ഥനയും എല്ലാം ഈ കൂട്ടായ്മയോടും ഈ അന്തരീക്ഷത്തോടും ചേർന്ന് നിൽക്കണം. കാരണം നമ്മൾ സംസാരിക്കുന്ന വിഷയം അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയാ. ഇതിൻ്റെ ആരംഭത്തിൽ ഒരു 3-4 സംഭവങ്ങൾ നിങ്ങൾക്ക് ഈ വിഷയം ഒന്ന് പഠിക്കുന്നതിന് വേണ്ടി ഓർമ്മയിൽ കൊണ്ടുവരികയാണ്. ഒരു കുടുംബനാഥൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അച്ഛാ, എൻ്റെ കൃഷിയിടത്തിൽ, അദ്ദേഹത്തിന് കൃഷിയുണ്ട്, റബ്ബറുണ്ട്, കുരുമുളകുണ്ട്, അങ്ങനെ പലതുണ്ട്. എൻ്റെ കൃഷിയിടത്തിൽ കുറേ നാളുകളായിട്ട് വലിയ ഒരു കൃഷി വിളവൊന്നും ഉണ്ടാവുന്നില്ല. എന്ന് മാത്രമല്ല, പലതരത്തിലുള്ള ശല്യങ്ങൾ ഞാൻ അനുഭവിക്കുന്നു. അപ്പം അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് പല കാര്യങ്ങൾ സംസാരിച്ച് വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളൊരു കാര്യം ഇദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഞാൻ ഒരിക്കൽ ഒരു ബ്രദറിനെ പ്രാർത്ഥിക്കാനായിട്ട്, ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിലുള്ള ഒരു ബ്രദറിനെ എൻ്റെ കൃഷിയിടത്തിൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പറമ്പിൽ ആരോ എന്തോ ചെയ്ത് എന്തോ സാധനം കുഴിച്ചിട്ടിട്ടുണ്ട്, എന്തോ മന്ത്രവാദം, കൂടോത്രം, എന്തോ കാര്യങ്ങൾ ചെയ്ത് കുഴിച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ മണ്ണ് ഇത് രക്ഷപ്പെടിയാല, ഇവിടെ എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം നട്ടാലും നിങ്ങൾ മെച്ചപ്പെടിയാല. അപ്പം അച്ഛാ, ഈ കാര്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുവാണ്. ഞാൻ ആ ബ്രദറിനോട് പറഞ്ഞു, ഇത് കുഴിച്ചിട്ട് കിടക്കുന്നത് നമുക്ക് എടുത്താലോ? അപ്പോൾ ആ ബ്രദർ പറഞ്ഞു, അത് ഞാനല്ല, അത് വേറെ ആൾ വരണം. അങ്ങനെ കിടക്കുവാണ്. ആ വിഷയങ്ങൾ അങ്ങനെ ബാധ്യതപ്പെടുത്തുന്നുണ്ട്. അച്ഛാ, എന്താ ചെയ്യണ്ടേ? ആരെ എന്താ ചെയ്തതെന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തോ സാധനം എൻ്റെ പറമ്പിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇത് ഒരു കുടുംബനാഥൻ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ അനുഭവപ്പെടുന്ന കൃഷി മേഖലയിലെ തടസ്സത്തോട് ബന്ധപ്പെടുത്തി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പങ്കുവച്ച ഒരു കാര്യമാണ്. മറ്റൊരു കുടുംബം, എനിക്ക് പരിചയമുള്ള ഒരു കുടുംബമാണ്. ഇവിടുന്ന് വലിയ ദൂരം ഇല്ല. ഞാൻ ഈ വീട്ടിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ ചെല്ലാൻ പറഞ്ഞ് കൊച്ചു വർത്താനൊക്കെ പറയാൻ വേണ്ടി ആ വീട്ടിൽ ചെന്ന്, ഞങ്ങൾ 1-2 അച്ഛന്മാരൊക്കെ ഉണ്ട്, ആ വീട്ടിലിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കുടുംബനാഥ അവരുടെ വീട്ടിൽ കയറി വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന നല്ല പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമൊക്കെയുള്ള വലിയ അലങ്കരിച്ച സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീട്ടമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ, ഒന്ന് അകത്തൊരു മുറിയുണ്ട്, ആ അകത്തെ മുറിയിൽ കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ആ അച്ഛന്മാരൊക്കെ വിളിച്ചിട്ട് ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെ എന്താ പ്രത്യേകത? അപ്പം എന്നോട് പറഞ്ഞു, അച്ഛാ, ഈ മുറിയിൽ ഭയങ്കരമായ പീഡയാണ്, ഈ മുറി കിടന്നുറക്കം കിട്ടത്തില്ല. എന്ന് മാത്രമല്ല, ഭയങ്കരമായിട്ടുള്ളൊരു പൈശാചിക ശക്തി ഈ മുറിയിലുണ്ട്. അപ്പം ഞാൻ ഈ സഹോദരിയോട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ പറയാൻ കാരണം? എന്താ കാരണം? അപ്പം ഈ സഹോദരി ഉടനെ തന്നെ ജനാല തുറന്നു, ഒരു പാളി തുറന്നിട്ട് എന്നോട് പറഞ്ഞു, അപ്പുറത്തെ വീട് കണ്ടോ? ഞാൻ പറഞ്ഞു, കണ്ടല്ലോ. ആ വീട്ടുകാർ അവിടെ നിന്ന് മന്ത്രവാദം ചെയ്ത് ഇങ്ങോട്ടാണ് വിടുന്നത്, അത് ഈ മുറിയിലാണ് വന്നിരിക്കുന്നത്. ചിലർ ചിരിക്കുന്നുണ്ട്. ആ മുറിയിൽ നിന്ന് ഇങ്ങോട്ടാണ് വിടുന്നത്, ഈ മുറിയിലാണ് ആ പിശാചെല്ലാം വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് വലിയ പീഡയാണ് ഈ മുറിയിൽ. ഇതേ സ്ഥലത്ത് തന്നെ തൊട്ടപ്പുറത്ത് ഇവർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് രണ്ടാമത്തെ ഒരു സംഭവം. അപ്പോൾ ആ വീട്ടിൽ ഒരു പൈശാചികമായിട്ടുള്ള പീഡ. മറ്റൊരു വ്യക്തി ബിസിനസ് മേഖലയിലാണ്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, എനിക്ക് ഒരു പ്രൊമോഷനൊക്കെ കിട്ടേണ്ടതാണ്, ഞാൻ ആയിരിക്കുന്ന ഒരു കമ്പനിയോട് ബന്ധപ്പെട്ട് എനിക്കൊരു പ്രൊമോഷൻ കിട്ടേണ്ടതാണ്. എന്നാൽ എനിക്കെതിരെ 1-2 പേര് അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അച്ഛാ, അവരെനിക്കെതിരെ ശത്രു സംഹാര പൂജ ചെയ്ത് എന്നെ നശിപ്പിക്കാനും എൻ്റെ വളർച്ചയെ പീഡിപ്പിക്കാനും ശ്രമിക്കുന്നു. അതുകൊണ്ട് നാളുകളേറെയായി എനിക്കൊരു വളർച്ചയില്ല, എനിക്ക് കിട്ടേണ്ട പലതും കിട്ടുന്നില്ല എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മറ്റുള്ളവർ ശത്രു സംഹാര പൂജ നടത്തി അവരെക്കുറിച്ച് ഇദ്ദേഹം വാദാവരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് 3-ാമത്തെ സംഭവം. 4-ാമത്തെ സംഭവം എന്ന് പറയുന്നത്, ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്താലും മെച്ചയില്ല, എന്ത് കാര്യത്തിൽ ഇറങ്ങിത്തിരിച്ചാൽ അതെല്ലാം പരാജയമായിട്ട് മാറുന്നു എന്ന് ഇദ്ദേഹം തന്നെ പറയുകയാണ്.
ഞാൻ ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, അച്ഛാ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മുതിർന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, നീ ഒരിക്കലും നന്നായില്ല അച്ഛാ, ആ വാക്ക് ദേ എൻ്റെ തലയ്ക്കകത്ത് കിടക്കുവാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും നന്നായില്ല. അന്ന് അയാൾ എന്നോട് പറഞ്ഞതാണ്, അതുകൊണ്ട് ഇങ്ങനെ തന്നെ സംഭവിക്കുന്നു. 3-4 സംഭവങ്ങൾ ഈ വിഷയം പഠിക്കുന്നതിന് വേണ്ടി ഇന്ന് ഈ ദൈവജനത്തിൻ്റെ മധ്യത്തിലേക്ക് നൽകുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമാനമായിട്ടുള്ള അനേക സംഭവങ്ങൾ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ വരും. നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അനുഭവപ്പെടുന്ന അനേക തകർച്ചകളെയൊക്കെ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ വല്ലാണ്ട് ഭാരപ്പെടുന്നുണ്ട്. അപ്പോൾ വളരെ പ്രസക്തമായൊരു ചോദ്യം ഈ പോട്ടാശ്രമത്തിലെ അനുഗ്രഹിക്കപ്പെട്ട മണ്ണിൽ നമ്മൾ ധ്യാനിക്കണം. ഇപ്രകാരമുള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ആദ്യത്തെ ചോദ്യം, മന്ത്രവാദം, കൂടോത്രം, ആഭിചാര പ്രക്രിയ, ഈ ശത്രു സംഹാര പൂജ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ പറയും, ഉണ്ടോ? അല്ല, നിങ്ങളുടെ അറിവ് എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടോ? ഇല്ലേ? ഉണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഈ ഭൂമിയിലുണ്ടോ? ഇല്ലേ? ബൈബിൾ എന്തു പറയുന്നു? കത്തോലിക്ക തിരുസഭ എന്തു പറയുന്നു? നമ്മുടെയൊക്കെ അറിവ്, നിങ്ങളെയൊക്കെ മുതിർന്നവരാണല്ലോ, എന്നേക്കാളും പ്രായമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം പേരും. ഈ വിഷയത്തിലൊക്കെ ഡോക്ടറേറ്റ് നേടിയവരൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ കാര്യങ്ങളുണ്ടോ? ഇല്ലേ? ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം തിരിച്ചറിയേണ്ട കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട്. കൂടോത്രം, മന്ത്രവാദം, ക്ഷുദ്രപ്രയോഗം, ശത്രു സംഹാര പൂജ എന്നിങ്ങനെ തുടങ്ങി അനേക തരത്തിലുള്ള ഇപ്രകാരമുള്ള തിന്മയുടെ പ്രവർത്തികൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ചോദ്യം, ഇതെങ്ങനെ ഉണ്ടാവുന്നു? എന്താണ് ഇങ്ങനെ ഉണ്ടാവുന്നതിനുള്ള കാരണം? വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ഒരു കാര്യം, സാത്താൻ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അധികം പറയണ്ടല്ലോ. സാത്താൻ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സാത്താന് ഒരു കാര്യം അടിമപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സാത്താൻ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കും. ഉദാഹരണത്തിന്, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നൊരു കാര്യം, ആദം ഹൗവ പാപം ചെയ്തതോടുകൂടി എന്തു സംഭവിക്കപ്പെട്ടു? ദൈവം പറഞ്ഞു, ഇനി മുതൽ ഈ മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ഒരൊറ്റ പ്രവൃത്തിയിലൂടെ ആ മണ്ണ് ശപിക്കപ്പെട്ടതായി മാറി. അതുകൊണ്ട് ആ മണ്ണിൽ പിന്നീട് അനുഗ്രഹപരമായ കാര്യങ്ങളൊന്നും സംഭവിക്കപ്പെടുന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ സമയമെടുത്ത് അതൊക്കെ ധ്യാനിക്കണം. ഒരൊറ്റ പ്രവൃത്തിയിലൂടെ തിന്മ ആ മണ്ണിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു. നമ്മളിത് പറയുമ്പോൾ പഠിക്കേണ്ട കാര്യം, ഈ പറയുന്ന വാക്കുകൊണ്ട് തിന്മയ്ക്ക് ആധിപത്യം നേടാം. ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് തിന്മയ്ക്ക് ആധിപത്യം നേടാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ തിന്മയുടെ ശക്തിയെ ആവാഹിച്ച് ഒരു വസ്തുവിൻ്റെ മേലോ ഒരു വ്യക്തിയുടെ മേലോ ഒരു സംഭവത്തിൻ്റെ മേലോ ചേർക്കുന്നതിനെയാണ് ഇത്തരത്തിൽ മന്ത്രവാദം. ഒരു സാധനത്തിൻ്റെ മേലാണെങ്കിൽ കൂടോത്രം, അല്ലെങ്കിൽ തത്തുല്യമായ കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓതുക എന്നൊക്കെ പറയുന്നത്. അതായത് വാക്കുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ അത് അതേപടി തന്നെ സംഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഈ വിഷയം പഠിക്കുന്നത് ആരും ഭയപ്പെടാനല്ല. ചിലരുടെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ അസ്വസ്ഥപ്പെടാനല്ല. ഒരു ദൈവമകൻ എന്ന നിലയിലും ദൈവമകൾ എന്ന നിലയിലും നമ്മൾ ഈ വിഷയം പഠിക്കണം. ഇത് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. മന്ത്രവാദവും കൂടോത്രവും ഇത്തരത്തിലുള്ള തിന്മയുടെ പ്രവർത്തികൾ, ഇത് പഠിക്കണമെന്ന് പറയുന്നത് അതിൻ്റെ പുറകെ പോകാനല്ല. നമ്മൾ ഭയപ്പെടാതെ ജീവിക്കുന്നതിന് ഈ വിഷയങ്ങൾ പഠിക്കുന്നത് ഗുണം ചെയ്യും. അത്രയേ ഉള്ളൂ. അല്ലാതെ 24 മണിക്കൂറും ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കാനല്ല. കാരണം നമുക്ക് പഠിക്കാൻ വേറെ അനേക വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തികൾ സംഭവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ തിന്മയുടെ ശക്തി ആ മണ്ണിലും അന്തരീക്ഷത്തിലും വ്യാപരിക്കും.
ആ തിന്മയുടെ ശക്തി ആ മണ്ണിലും അന്തരീക്ഷത്തിലും കിടക്കും. അതുകൊണ്ടാണ് നമ്മൾ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്നത്. ഒരു വീട് പണിയുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? കല്ലിട്ട് വികാരിയച്ഛനെ കൊണ്ടുവന്ന് വെഞ്ചരിക്കുന്നു. വീട് പണിത് കഴിയുമ്പോൾ നമ്മൾ വീട് വെഞ്ചരിക്കുന്നു. ഒരു വാഹനം വാങ്ങിയാൽ വെഞ്ചരിക്കുന്നു. നമ്മൾ ധരിക്കുന്ന കൊന്ത, വെന്തിങ്ങ തുടങ്ങിയിട്ടുള്ള സകല കാര്യങ്ങളും നമ്മൾ വെഞ്ചരിക്കുന്നു. എന്തിനാണ്? അതിനെ വിശുദ്ധീകരിക്കുന്നു. തിന്മയുടെ അന്തരീക്ഷ ശക്തികളുടെ മേലെ അതിൻ്റെ ഒരു വൈദികൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇതാ ചില വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഏറ്റവും നല്ല ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നത് വിശുദ്ധ കുർബാന നമ്മളിപ്പോൾ അർപ്പിച്ചു. പരിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്ന കാര്യം എന്താ? വൈദികൻ ഇതാ വിശുദ്ധ വചനങ്ങൾ പറഞ്ഞ്, അല്ലേ? കയ്യിലിരിക്കുന്ന ഗോതമ്പപ്പം, അതിൻ്റെ മുകളിൽ IHS എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഗോതമ്പ് വെള്ളയപ്പത്തെ ഒരു വൈദികൻ പറഞ്ഞ് പറയുകയാണ്. വാക്കുകളാണ്. ആ വാക്കുകൾ യേശുവിൻ്റെ ശരീരമായിട്ടത് മാറ്റപ്പെടുകയാണ്. എന്നതുപോലെ തന്നെ തിന്മയ്ക്കും ചില മേഖലകൾ, ശക്തിയുടെ മേഖലകൾ അറിയണം. അപ്പൊ തിന്മ ചെയ്യുന്നവരെന്ത് ചെയ്യും? തിന്മ ഇപ്രകാരം മന്ത്രവാദം, കൂടോത്രം, ആഭിചാര പ്രവർത്തികൾ ചെയ്യുന്നവർ ചെയ്യുന്ന കാര്യം എന്താണ്? ഈ തിന്മയുടെ ശക്തിയെ ആവാഹിച്ച് വസ്തുക്കളിലേക്കോ വ്യക്തികളിലേക്കോ ചില പ്രസ്ഥാനങ്ങളിലേക്കോ സംഭവങ്ങളിലേക്കൊക്കെ കൊണ്ടുവന്ന് അതിനെ പൂജിക്കുന്നു, അതിനെ ആരാധിക്കുന്നു. അങ്ങനെ ആരാധിച്ചാൽ സ്വാഭാവികമായും ആ തിന്മയുടെ ശക്തി അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ദൈവമകനും ദൈവമകൾക്കും ഇപ്രകാരം ആരെങ്കിലും മന്ത്രവാദമോ കൂടോത്രമോ ചെയ്താൽ അത് ഫലിക്കുമോ? ഇതാണ് ചോദ്യം. എന്തു പറയണു? നമ്മൾ പള്ളിയിൽ വരുന്നവരാണ്, മാമോദീസ ജലം തലയിൽ വീണവരാണ്. നമ്മുടെ മേൽ ആരെങ്കിലും തിന്മ പ്രവർത്തിച്ചാൽ അത് ഫലിക്കുമോ? ഒരു ഉറപ്പില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ പറയും ചേച്ചി. ആ താടിക്കും കൈയൊക്കെ കൊടുത്തിരിക്കുന്ന ചേച്ചി ആകപ്പാടെ അസ്വസ്ഥയാണ്. ഇങ്ങോട്ട് നോക്കി പറ, എന്താണ് പറഞ്ഞേ? ഇത്രയും നാളത്തെ ജീവിതം എന്തു പറയുന്നു? ഇതിന് പൊതുവെ ആധാരമായിട്ട് നമ്മൾ പറയുന്ന ഒരു വചനഭാഗം സംഖ്യയുടെ പുസ്തകം 23:23 ഏതാ വചനം? യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല. ഒന്ന് പറഞ്ഞേ. യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല. ഹല്ലേലൂയ. സംഖ്യയുടെ പുസ്തകത്തിൽ ഇതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോഴാണ് ഈ വചനത്തിന്റെ അർത്ഥം മനസ്സിലാവുന്നത്. 2-3 കാര്യങ്ങൾ വ്യക്തമാണ്. ഒന്നാമത്തെ കാര്യം, ഈ മന്ത്രവാദവും കൂടോത്രവും ഒന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, പണ്ട് മുതലുണ്ട് എന്നുള്ളത് വ്യക്തമാണല്ലോ. കാരണം സംഖ്യയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. പണ്ട് മുതലുണ്ട്. പഴയ നിയമത്തിൽ സംഖ്യയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബാലാക്ക് എന്ന് പറയുന്ന രാജാവ് വഴി ബാലാമിനോട് എന്തു പറയും? നീ പോയി ശപിക്കുക, നീ പോയി ഇസ്രായേൽ ജനത്തെ ശപിക്കുക. ശാപം വാക്കുകൊണ്ടാണ്. നീ പോയി ഇസ്രായേൽ ജനത്തെ ശപിക്കുക. വ്യത്യസ്ത മേഖലകൾ നിന്നുകൊണ്ട് ഈ ബാലാമിനെ കൊണ്ട് ശാപം നടത്താനുള്ള ഒരു ശ്രമം. അപ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവി വചനം പഠിപ്പിക്കുന്നത്, യാക്കോബിന് ഏൽക്കുകയില്ല? ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സത്യം പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ഈശോ ഇത്തരത്തിലുള്ള ഒരു സംഭവത്തെ നമ്മുടെ മുമ്പിൽ പാഠ്യവിഷയമാക്കുന്നുണ്ട്. അത് മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഈശോ ശിഷ്യന്മാർക്ക് സകല തിന്മകളുടെ മേലും അധികാരമൊക്കെ കൊടുത്തയക്കും. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ പോയി ഒരു ബാലനെ, അവൻ്റെ ഉള്ളിലുള്ള അശുദ്ധാത്മാവിനെ ബഹിഷ്കരിക്കാൻ സാധിക്കാതെ നിസ്സഹായരായിട്ട് നിൽക്കുന്ന ഒരു രംഗമുണ്ട്. വായിച്ചിട്ടുണ്ടോ? ഒരു ബാലന്റെ ഉള്ളിൽ
പൈശാചികമായ ശക്തി. ശിഷ്യന്മാർക്ക് ഈ ബാലന്റെ ഉള്ളിലുള്ള പൈശാചിക ശക്തിയെ ബഹിഷ്കരിക്കാൻ സാധിച്ചില്ല. പിന്നീട് എന്ത് സംഭവിച്ചു? ഈശോ വരുന്നു, ബഹിഷ്കരിക്കുന്നു. അന്ന് വൈകുന്നേരം ഈശോയുടെ കൂടെ കൊച്ചുവർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരുടെ ഉള്ളിലുള്ള വലിയ ജിജ്ഞാസ അവർ ചോദിച്ചു, ഈശോയെ അതെന്താ ഞങ്ങൾ ബഹിഷ്കരിച്ചിട്ട് അവൻ പോകാത്തത്, ആ തിന്മ പോകാത്തത് എന്തുകൊണ്ടായിരുന്നു? അപ്പൊ ഈശോ എന്തു പറഞ്ഞു? പറ, ഉച്ചത്തിൽ പറ. കേട്ടില്ല. പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം, അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. പല വർഗങ്ങളുണ്ട്, ഈ വർഗം പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം. ഈ പിശാചിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ പലതരത്തിലുള്ള വർഗങ്ങളെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ പിശാചിനെ കുറിച്ച് ഈ വചനം പഠിപ്പിക്കുകയാണ്, പ്രാർത്ഥന കൊണ്ടല്ലാതെ. ചില വചനങ്ങളിൽ ഓർമ്മപ്പെടുത്തിയിരിക്കുന്ന പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഈശോ കൃത്യമായിട്ട് ശിഷ്യന്മാരോട് എന്താ പറഞ്ഞേ? എന്തോ ഒന്നിന്റെ കുറവുള്ളത് കൊണ്ടാണ് സാത്താൻ പോകാതിരുന്നത്. എന്തിന്റെ കുറവ്? പറയ്. പ്രാർത്ഥനയുടെ കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ നിന്റെ ഉള്ളിൽ ബലമുണ്ടായിരിക്കണം. പ്രാർത്ഥനയുടെ ബലം ഉണ്ടായിരിക്കണം. നമ്മൾ അപ്പസ്തോലന്മാരൊന്നും അല്ലല്ലോ. മാമോദീസ ജലം വീണു എന്ന് കരുതിക്കൊണ്ട്, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, മാമോദീസ ജലം വീണു എന്ന് കരുതിക്കൊണ്ട് നിന്നെ പിശാച് തൊടിയേലാന്ന് വിചാരിക്കരുത്. നിന്റെ ഉള്ളില് അത്രമേൽ ശക്തി ഉണ്ടെങ്കിലേ പിശാചിനെ നിനക്ക് തോൽപ്പിക്കാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ ഉദാഹരണത്തിന് തീയും വെള്ളവും. ഇപ്പൊ തീയുള്ള സ്ഥലത്ത് വെള്ളം ഒഴിച്ചാൽ എന്തു പറ്റും? പറ. തീ കെട്ടുപോകും അല്ലേ? എന്നാൽ അതേ സമയം തന്നെ കാട്ടുതീ വരുമ്പോൾ നീ ഒരു ബക്കറ്റ് വെള്ളവും കൊണ്ട് ഒഴിച്ചിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. സുനാമി വരുമ്പോ നീ ഇച്ചിരി തീ പിടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നീ ഈ ഭൂമിയിൽ ഒരു യുദ്ധത്തിലാണെന്നും തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളില് അത്രമേൽ ശക്തി നമുക്ക് പ്രാർത്ഥിച്ച് ബലമുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് വീണു പോകും. പ്രൈസ് ദി ലോർഡ്. വലതു ഇടതു ഇരിക്കുന്നവരെ കൈ കൊടുത്തോണ്ട് പറഞ്ഞ പ്രാർത്ഥിച്ച് ബലം പ്രാപിക്കാൻ പറ. പറഞ്ഞുകൊടു. പ്രാർത്ഥിച്ച് ബലം ഉണ്ടാവണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ഒരു മനുഷ്യന് ഇപ്പൊ മഴക്കാലമൊക്കെയാണ്, ഇഷ്ടം പോലെ രോഗങ്ങളൊക്കെ വരുന്നുണ്ട്. പനി, ജലദോഷം, ചുമ, വിട്ടുമാറാത്ത പല രോഗങ്ങൾ, സാംക്രമിക രോഗങ്ങളൊക്കെ വരുന്നുണ്ട്. കൊറോണ എന്നൊക്കെ കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ട വന്നിരിക്കുന്നത്. ചോദിക്കട്ടെ, ഇപ്പൊ ആരോഗ്യമുള്ള ഒരാളുടെ ശരീരം, നല്ല ആരോഗ്യമുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ ഇച്ചിരി ജലദോഷം വന്നു, എന്തു പറ്റും? ഇച്ചിരി ചുമ വന്നു, പനി വന്നു, എന്തു പറ്റും? എന്തു പറ്റും? ഇച്ചിരി ക്ഷീണം ഉണ്ടായാലും ഒന്നുറങ്ങി 2 ദിവസം കഴിയുമ്പോൾ അയാൾ വീണ്ടും ആരോഗ്യം വീണ്ടെടുക്കും. ഇനി ആരോഗ്യം ഇല്ലാത്ത ഒരാളുടെ ശരീരത്തിലാണെങ്കിലോ ഒരു പനി മതി, കുറേ നാളത്തേക്ക് കിടപ്പിലാക്കും. നിന്റെ ശരീരത്തിലോട്ട് പ്രവേശിക്കുന്ന ഈ സാംക്രമികമായിട്ടുള്ള രോഗ അണുക്കൾ നിന്റെ ഉള്ളിൽ ബലമില്ലെങ്കിൽ എന്തു പറ്റും? അത് നിന്നെ ഭരിക്കാൻ തുടങ്ങും. എന്നതുപോലെ തന്നെ നമ്മൾ പഠിച്ചോണം, ആത്മീയമായിട്ട് ബലമില്ലെങ്കിൽ പെട്ടെന്ന് വീണുപോകും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ ശ്രദ്ധിക്കാനും പഠിക്കാനും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ചിലരുടെ ഒരു ചിന്ത, ഞാൻ ക്രിസ്ത്യാനിയാണ്, എൻ്റെ പേര് തോമസ്, എൻ്റെ പേര് ഫ്രാൻസിസ്, എൻ്റെ പേര് ത്രേസ്യാമ്മ, എനിക്കൊരു കുഴപ്പമില്ല എന്നും കരുതി നടക്കരുത്. നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന ഇല്ലെങ്കിൽ, വ്യക്തിപരമായ പ്രാർത്ഥന ഇല്ലെങ്കിൽ, എനിക്ക് ആത്മീയ ബലമില്ലെങ്കിൽ ആര് എന്നെ ഭരിക്കാൻ തുടങ്ങും? പറ. സാത്താൻ കേറി ഭരിക്കാൻ തുടങ്ങും. ഞാൻ ആദ്യം പറഞ്ഞ സംഭവങ്ങളിലോട്ട് തിരിച്ചു വരാം. ഒരു കുടുംബം പറയാണ്, എൻ്റെ കൃഷിയിടത്തിൽ ആരോ കൊണ്ട കുഴിച്ചിട്ടിരിക്കുന്നു. 24 മണിക്കൂർ ഇയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനെ കുറിച്ചാണെന്നറിയോ? എൻ്റെ കൃഷി നന്നാകാത്തതിന് കാരണം, വന്യമൃഗങ്ങൾ എൻ്റെ കൃഷിയിടത്തിൽ കയറി നിരങ്ങാൻ കാരണം ആരോ എന്തോ കൊണ്ട കുഴിച്ചിട്ടിരിക്കുന്നു. രാത്രിയിലും പകലും ഈ മനുഷ്യന്റെ തലയ്ക്കകത്ത് കുഴിച്ചിട്ടിരിക്കുന്നതിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്?
ആ തിന്മയെക്കുറിച്ചാണ്, സാത്താനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരൻ അവൻ പറയാണ്, ഞാൻ എന്തു ചെയ്താലും പരാജയം. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത്, എന്നോട് നാളുകൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ പറഞ്ഞു, നീ ഗതി പിടിക്കുകയല്ല, നീ രക്ഷപ്പെടിയല്ല. ഇവൻ ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ ഇവന്റെ തലയ്ക്കകത്ത് എന്നതാ ഉള്ളേ, ഞാൻ രക്ഷപ്പെടിയല്ല, ഞാൻ എന്ത് ചെയ്താലും ഗതി പിടിക്കുകയല്ല. ഇവന്റെ തലയ്ക്കകത്ത് ഇത് ചിന്തിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ച് വെച്ചിരിക്കുന്ന വ്യക്തി ഏത് കാര്യത്തിൽ ചെന്നാലും പരാജയപ്പെടുന്നു. കാരണം ഇവനെ നിയന്ത്രിക്കുന്നത് ഈ ഉള്ളിലുള്ള തിന്മയുടെ ശക്തിയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബിസിനസ് മേഖല ഉയർച്ച കിട്ടേണ്ട, പ്രൊമോഷൻ കിട്ടേണ്ട വ്യക്തി അദ്ദേഹം പറഞ്ഞ എന്നാന്ന് ഞാൻ പറഞ്ഞല്ലോ. കൂടെയുള്ള ആളുകൾ എൻ്റെ പ്രൊമോഷൻ തടഞ്ഞു വെച്ചിരിക്കുന്നു, കൂടെയുള്ളവര് എന്നെ തടസ്സപ്പെടുത്തുന്നു, എൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. നിന്റെ ജീവിതത്തിൽ നിന്റെ വളർച്ച, നിന്റെ ജീവിതത്തിൽ നിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഔദാര്യമാണോ? ആണോ? അല്ലെന്ന്. നിന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച ദൈവമുണ്ട്. ദൈവമാണ് നിനക്ക് പ്രമോഷൻ നൽകുന്നത്, ദൈവമാണ് നിനക്ക് അനുഗ്രഹം നൽകുന്നത്. മറ്റുള്ളവർ കാരണമാണ്. അപ്പൊ എന്താ പറ്റണേ? 24 മണിക്കൂർ ഇയാൾക്ക് ശാരീരിക രോഗങ്ങൾ, തലവേദന, വയറുവേദന, കാലുവേദന. സംസാരിച്ചു വന്നപ്പോ പറഞ്ഞ, അച്ഛാ ഞാൻ അവരെ കുറിച്ചാ ചിന്തിക്കുന്നേ. ഓഫീസിൽ ചെല്ലുമ്പോൾ അവരെ കുറിച്ചാണ് ആലോചന. 24 മണിക്കൂർ അവരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ തിരിച്ചറിയണം, മാമോദീസ ജലം നമ്മുടെ തലയിൽ വീണു എന്ന് കരുതിയതോടുകൂടി പ്രശ്നം തീരുന്നില്ല. മറിച്ച് നിന്റെ ഉള്ളിലുള്ള ദൈവശക്തിയെ നീ ജ്വലിപ്പിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ പറഞ്ഞത്, നിനക്ക് ലഭിക്കപ്പെട്ട കൃപയെ നീ ജ്വലിപ്പിക്കണം. വലതു ഇടതിരിക്കുന്നവർക്ക് കൈ കൊടുത്തോണ്ട് പറഞ്ഞ, കൃപയെ നീ ജ്വലിപ്പിക്കണം. പറഞ്ഞു കൊടുത്തേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പോട്ടാശ്രമത്തില് ഈ നടത്തപ്പെടുന്ന ഈ ശുശ്രൂഷയുടെ പ്രത്യേകത എന്താ? നമ്മൾ ജ്വലിപ്പിക്കപ്പെടുന്ന ശുശ്രൂഷയാണ്. ഓൺലൈനിലൂടെയൊക്കെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ശ്രദ്ധിച്ചോ, ഇതാ അതിന്റെ പ്രത്യേകത. തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള ശക്തിയാണ് ഈ ആലയത്തിൽ നിന്ന് നേടുന്നത്. നീ തിരിച്ചു പോകുന്ന നിന്റെ വീട്, നിന്റെ കൃഷിയിടങ്ങൾ, നിന്റെ വ്യവസായം, നിന്റെ ബന്ധങ്ങൾ, അവിടെയൊക്കെ നിനക്ക് ബലം വേണ്ടേ? ആ ബലം എവിടുന്ന് കിട്ടും? കർത്താവിന്റെ മുമ്പിൽ നിന്ന് നമ്മൾ സ്വീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ പറ ഹല്ലേലൂയ. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? പോവാണോ? സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പഠിക്കാൻ നല്ല 1-ാം തരം വചനം പറയാം. ബൈബിളുള്ളവർ തുറന്നു പഠിച്ചോ. വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 4-ാം തിരുവചനം. 1 John chapter 4 verse 4. ഒന്ന് തുറന്നു വായിച്ചേ ബൈബിളുള്ളവര്. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 4-ാം തിരുവചനം. അതിൽ വിശുദ്ധ യോഹന്നാൻ നമ്മളെ ഒരു മക്കളോടെന്ന വാത്സല്യത്തിൽ ഒരു കാര്യം പറയാണ്. ആ വചനം ഞാനൊന്ന് വായിക്കാം, നിങ്ങളൊന്ന് ഏറ്റു പറയോ? ആ വചനം ഇങ്ങനെയാണ്, കുഞ്ഞുമക്കളെ. പറഞ്ഞേ, എല്ലാരും പറ, കുഞ്ഞുമക്കളെ. ആരാ പറയണേ? യോഹന്നാൻ നമ്മളെ ഒരു കൊച്ചു കുഞ്ഞിനോട് എന്ന പോലെ പറയാ, കുഞ്ഞുമക്കളെ. പറഞ്ഞേ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്, നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 കാര്യങ്ങൾ ഇതാ യോഹന്നാൻ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എവിടെ നിന്നാണ്? നിങ്ങൾ എവിടെ നിന്നാണ്? എവിടെ നിന്നാ? പറഞ്ഞേ, പറയ്. വലതു ഇടതു ഇരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്ത, നിങ്ങൾ ദൈവത്തിൽ നിന്നാണ്. സഹോദര സഹോദരി, ദൈവത്തിൽ നിന്നാണ്. പറഞ്ഞു കൊടുക്ക്. ദൈവത്തിൽ നിന്നല്ലെങ്കിൽ പിന്നെ എവിടെ നിന്നായിരിക്കും? ഓർത്താ മതി. അപ്പൊ നമ്മൾ എവിടുന്നാ? പറയ്, ബലത്തില് പറയ്, ദൈവത്തിൽ നിന്നാണെന്ന്. നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. അതാ വചനം പഠിപ്പിക്കണം, നമ്മൾ ദൈവത്തിൽ നിന്ന്. 2-ാമത്തെ കാര്യം, നിങ്ങൾ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ വ്യാജ പ്രവാചകന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ തിന്മയെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. വലത് ഇടതിരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തേ, നിങ്ങൾ തിന്മയെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. പറഞ്ഞുകൊടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാ തിന്മയെ കീഴ്പ്പെടുത്തിയേ? എങ്ങനെയാ തിന്മയെ കീഴ്പ്പെടുത്തിയേ? പറഞ്ഞേ, എങ്ങനെ അറിയാം? പറഞ്ഞേ. അതായത് ഉൽപ്പത്തി പുസ്തകത്തില് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ
ദൈവം ആദത്തോട് ഹൗവായോടും പറഞ്ഞു, ഈ മണ്ണ് ഇനി ശപിക്കപ്പെട്ടതാണ്. ആ മണ്ണിന്റെ ആധിപത്യം ആര് പിടിച്ചു വാങ്ങി? പറ. സാത്താൻ പിടിച്ചു വാങ്ങി. അതുകൊണ്ടാണ് യേശുവിന്റെ പ്രലോഭന സമയത്ത് സാത്താൻ പറയുന്നൊരു കാര്യമുണ്ട്, നീ എന്നെ ആരാധിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം, ഇതെല്ലാം നിനക്ക് തരാം, നീ എന്നെ ആരാധിക്കണം, ഇതിന്റെ എല്ലാ അവകാശി ഞാനാണെന്ന്, സാത്താനാണെന്ന്. ഇത് വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന നുണയാണെന്നല്ലെന്ന്. പാപം ചെയ്തതോടുകൂടി പാപത്തിന്റെ മണ്ണ് അതിന്റെ അവകാശി സാത്താനായി മാറി. പ്രൈസ് ദി ലോർഡ്. പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരവസരത്തിൽ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാം. പക്ഷേ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, അങ്ങനെ പാപം ചെയ്ത മണ്ണ് സാത്താന്റെ അധീനതയിലായി. എന്നാൽ കുരിശിൽ ഈശോ മരിച്ചപ്പോൾ സംഭവിച്ച ഏറ്റവും വലിയ രക്ഷാകര ചരിത്രം എന്താണ്? യേശു തന്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്തു. വീണ്ടെടുത്തു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് ലൂക്കാസ് വിശേഷം 10-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഏതാ വചനം അറിയാലോ? ഏതാ വചനം? ലൂക്കാസ് വിശേഷം 10-ാം അധ്യായം 19-ാം തിരുവചനം, ചാപ്റ്റർ 10 വേഴ്സ് 19. വചനം ഏതാ? ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ. ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ. എന്നാ പിന്നെ എഴുതി വെച്ചിരിക്കുന്നത് ശത്രുവിന്റെ കുറച്ച് ശക്തികളുടെ മീതെ എന്നാണോ? അല്ല, സകല ശക്തിയും, സകല ശക്തികളുടെയും മീതെ. സകല ശക്തികളുടെയും മീതെ പറഞ്ഞേ. ചവിട്ടി 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 നടക്കാൻ, ചവിട്ടി നടക്കാൻ. നിന്റെ കൃഷിയിടത്തിൽ ആരെങ്കിലും എന്തെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ സഹോദര സഹോദരി, അതിൻ്റെ മുകളിൽ ചവിട്ടി നടക്കാൻ നിനക്ക് അധികാരം തന്നിട്ടുണ്ടെന്ന്. ഇപ്പൊ ആ പറഞ്ഞ മനുഷ്യന്റെ ഉള്ളിൽ എന്താ? ആ കുഴിച്ചിട്ട സാധനം അയാളുടെ തലയുടെ മുകളിലാണ് ഇരിക്കുന്നത്. 24 മണിക്കൂറും എവിടെ കുഴിച്ചിട്ടിരിക്കുന്നു, എന്തോരാഴത്തിൽ കുഴിച്ചിട്ടിരിക്കുന്നു, ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സംഭവിച്ച കാര്യം എന്താണ്? മാമോദീസ ജലം വീണെങ്കിലും ആ വ്യക്തി ആരുടെ കീഴിലായി? തിന്മയുടെ ചിന്തകളുടെ അടിമയായി മാറി. ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരൻ, ആരോ പറഞ്ഞു നീ ഗതി പിടിക്കുകയില്ലെന്ന് പറഞ്ഞു, രക്ഷപ്പെടിയല്ലെന്ന് പറഞ്ഞു. 24 മണിക്കൂറും തലയ്ക്കകത്ത് ഇതാ ഇരിക്കുന്നത്. ഏത് കാര്യത്തിന് പോയാലും ഇയാൾക്കറിയാം ഞാൻ രക്ഷപ്പെടിയല്ല. തലയ്ക്കകത്ത് കയറിയിരിക്കുകയാണ്. നീ ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കണം. അതിനുള്ള അധികാരം നിനക്ക് തന്നിട്ടുണ്ടെന്ന്. ഈ തന്നിട്ടുള്ള കാര്യത്തെ നമ്മൾ വിശ്വസിക്കണം, ഏറ്റെടുക്കണം. ഇല്ലെങ്കിൽ എന്തു പറ്റും? 24 മണിക്കൂർ ഇങ്ങനെ പേടിച്ചിരുന്നോണ്ടിരിക്കും. ആരോ എനിക്കെതിരെ ചെയ്തു, ആ വീട്ടിൽ നിന്ന് പിശാചിനെ അവരിങ്ങോട്ട് ഈ മുറിയിലോട്ടാ വിട്ടിരിക്കുന്നത് അല്ലേ? ഈ കൃഷിയിടത്തിൽ പിശാചാണ്, ഞാൻ താമസിക്കുന്ന ഇവിടെ ഇങ്ങനെയാണ്. ചിലരുടെയൊക്കെ പറമ്പിലൊക്കെ 24 മണിക്കൂറും കുഴിയോട് കുഴിയാണ്, കുഴിച്ചോണ്ടിരിക്കുകയാണ്. എവിടുന്ന് കിട്ടും? ഇതെന്ന് തീരും ഈ കുഴി? ചിലരുടെ കേരളത്തിലൊക്കെ ചില സ്പെഷ്യലിസ്റ്റുകൾ തന്നെയുണ്ട് കുഴിച്ചെടുക്കാനായിട്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, എന്ന് തീരും? ചില ആളുകളൊക്കെ വീട് തന്നെ പൊളിച്ച് വേറെ വീടാക്കി പണിയുന്നു. ആരോ വന്ന് പറയുന്നു ഈ വീടിരിക്കുന്ന സ്ഥാനം ശരിയല്ല, ഈ വീട്ടിൽ അലമാരയുടെ സ്ഥാനം ശരിയല്ല, സ്റ്റെപ്പ് വെച്ചിരിക്കുന്നത് ശരിയല്ല. പിന്നെ എന്ത് പറ്റുന്നു? ഇത് പൊളിക്കാൻ വേണ്ടി 24 മണിക്കൂർ ഓടിക്കൊണ്ടിരിക്കുന്നു. നീ എത്ര നാൾ പൊളിക്കും സഹോദര? നീ എത്ര നാൾ ഓടിക്കൊണ്ടിരിക്കും? നീ എത്ര നാൾ കുഴിച്ചോണ്ടിരിക്കും? ഈ സ്ഥലം വിറ്റിട്ട് നീ പോ, ഇവിടെ നിൽക്കാൻ പറ്റൂല, ഇവിടെ മന്ത്രവാദം കൂടോത്രം നടന്ന മണ്ണാണെന്ന് പറയുന്നു. ഈ സ്ഥലം വിറ്റിട്ട് നീ എങ്ങോട്ടാ പോണേ? ഇനി നീ പോകാൻ പോണ സ്ഥലം നല്ലതാന്ന് ആരറിഞ്ഞു? ഈ ഓട്ടം ഒന്ന് അവസാനിപ്പിക്കണ്ടേ? വചനം പഠിപ്പിക്കുന്നു, ശത്രുവിന്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ നിനക്ക് അധികാരമുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് മഹത്വം പറഞ്ഞേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. പോരെ നല്ല കൈയടി. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അപ്പൊ ഇത് വിശ്വസിക്കണം.
യേശു കുരിശിൽ മരിച്ചപ്പോൾ നമുക്ക് തന്ന അധികാരമെന്ന് പറയുന്നത് ഈ തിന്മയുടെ മേലുള്ള അധികാരമാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മളോട് പഠിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം, നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിനക്കെതിരെ ആരെങ്കിലും മന്ത്രവാദമോ കൂടോത്രമോ ആഭിചാര പ്രക്രിയയോ ശത്രു സംഹാര പൂജയോ കൈവിഷമോ എന്തുമായിക്കൊള്ളട്ടെ, നീ വിശ്വസിച്ചോ, നീ അതിനെക്കുറിച്ച് ഓർക്കുന്തോറും നിന്റെ ഉള്ളിൽ ആര് നിന്നെ ഭരിക്കും? ആ കാര്യം ഭരിക്കും. ഇരുട്ടിനെ കുറിച്ച് നീ ചിന്തിക്കും തോറും നിന്റെ ഉള്ളിൽ ഇരുട്ട് വ്യാപരിക്കും, അല്ലേ? നമ്മൾ ആരെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്? പ്രകാശത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, നന്മയെക്കുറിച്ച്, വിശുദ്ധിയെക്കുറിച്ച്, യേശുവിനെ കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കും തോറും എന്ത് സംഭവിക്കും? ആ അന്തരീക്ഷത്തിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകും. ഇവിടെ ഇരുന്നുകൊണ്ട് ചിലർ ചോദിക്കുന്നുണ്ട് ഈ സമയത്ത്, അപ്പം അച്ഛൻ ഞങ്ങൾ ഇനി എന്താ ചെയ്യണ്ടേ? നിന്റെ ഉള്ളിലുള്ള ശക്തിയെ ജ്വലിപ്പിക്കണം. മാമോദീസ ജലം വീണതോടുകൂടെ മാത്രമല്ല, മറിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ജ്വലിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇത്രയും നേരം ഉറങ്ങിപ്പോയ ചിലരൊക്കെ ഉണ്ട്. അത് കണ്ണു തുറന്നേ, എന്നിട്ട് നിവർന്നിരുന്നേ. ഇനി പറയുന്ന കാര്യം പഠിച്ചോണം. ദൈവത്തെ ആരാധിക്കുന്ന ഇടങ്ങളിൽ പിശാചിനിരിക്കാൻ പറ്റിയല്ല. ഒന്ന് പറഞ്ഞേ. ഇത് നിങ്ങൾ ഉറപ്പിച്ചോണം. ദൈവത്തെ ആരാധിക്കുന്ന ഇടങ്ങളിൽ പിശാചിനിരിക്കാൻ പറ്റിയല്ലെന്ന്. അവൻ ശല്യപ്പെടുത്തും, ചിലപ്പോൾ മാന്തും, ചൊറിയും, ചില ഇച്ചിരി ഉറക്കോ കളയും. എന്നാലും പിശാചിന് അവിടെ ഇരിക്കാൻ പറ്റത്തില്ലെന്ന്. ദൈവത്തെ ആരാധിക്കുന്ന ഇടങ്ങളിൽ പിശാചിന് ഇരിക്കാൻ പറ്റിയല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിന്റെ വീട്ടില് കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും നടത്തിയാൽ പിശാചിന് അവിടെ ഇരിക്കാൻ പറ്റുമോ? പറയ്, ഇല്ലെന്ന്. കുടുംബ പ്രാർത്ഥന മുടങ്ങിയാൽ, വീട്ടിൽ പ്രാർത്ഥന മുടങ്ങിയാൽ, ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ ആര് കയറിയിരിക്കും? പറയൂ, സാത്താൻ കയറിയിരിക്കും. അവൻ അവന്റെ സ്വഭാവം കാണിക്കും. കലഹം, അസ്വസ്ഥത, ശത്രുത തുടങ്ങിയ അവന്റെ സ്വഭാവങ്ങൾ അവിടെ വെളിപ്പെടും. വീട്ടിൽ പ്രാർത്ഥന ശക്തമാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീട്ടിൽ വെഞ്ചരിച്ച പ്രാർത്ഥനകൾ നടത്തണം. നിനക്ക് അത്രമേലൊരു പീഡയുണ്ടെങ്കിൽ ഇടവകയിൽ വികാരിയച്ഛനോട് പറയുക, അച്ഛാ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ചില പ്രത്യേകതകളൊക്കെ തോന്നുന്നു, അസ്വസ്ഥതയുണ്ട്, അച്ഛൻ ഒന്ന് വന്ന് വെഞ്ചരിക്ക്, അച്ഛൻ വന്ന് വെഞ്ചരിക്കും, ഇല്ലെങ്കിൽ അച്ഛൻ അതിന്റെ വഴികൾ പറഞ്ഞു തരും. അതുകൊണ്ടാണ് ഇടവകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വീട് വെഞ്ചരിപ്പ് പ്രാർത്ഥന. വികാരിയമ്മച്ചന്മാർ ഇടവകയിലെ വീടുകളിൽ വന്ന് പ്രാർത്ഥിക്കും, അനുഗ്രഹിക്കും, വിശുദ്ധീകരിക്കും. അതൊരു പ്രാർത്ഥനയാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. ആ വീട്ടിലിരുന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, നന്മ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ആ വീട്ടിൽ അങ്ങ് നിറയും. നിന്റെ കൃഷിയിടത്തിൽ നിറയും. എത്ര വലിയ തിന്മയാണെങ്കിലും കെട്ടുവിട്ടുപോകും. നീ ഭയപ്പെടരുത്. നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിനുള്ളവനേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്റെ ഉള്ളിലുള്ള ഈ ദൈവശക്തിയെ ജ്വലിപ്പിക്കണം. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ജ്വലിപ്പിക്കുന്നതനുസരിച്ച് തിന്മയുടെ സകല അന്തരീക്ഷ ശക്തികളും, അങ്ങനെ തന്നെയാ വചനം പഠിപ്പിക്കുന്ന, സകലതും കെട്ടുവിട്ടുപോകും. അതുകൊണ്ടാണ് എഴുതി പഠിക്കുന്നവർ പഠിച്ചോ, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് 16-ാം അധ്യായം 20-ാം തിരുവചനം, സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. അങ്ങനെ തന്നെയാ പറഞ്ഞിരിക്കുന്നത്. നിന്റെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. എത്ര വലിയ പൈശാചിക പീഡയാണെങ്കിലും പ്രാർത്ഥിച്ചാൽ ആ അന്തരീക്ഷത്തിൽ നിന്ന് വിട്ടുമാറും. പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം, കുടുംബം, ജീവിത മേഖലകൾ, നിങ്ങൾ ആരെങ്കിലും ഒക്കെ കാണുന്നു, കേൾക്കുന്നു, നിങ്ങളുടെ ഇടവകയിലോ സമൂഹത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും തകർച്ചയുമായിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, സഹോദര പ്രാർത്ഥിച്ച് ബലം പ്രാപിക്ക്. ആ അന്തരീക്ഷത്തിൽ നിന്നുള്ള സകല തിന്മകളും മാറും. നിങ്ങൾക്കെതിരെ എത്ര വലിയ കൂടോത്രമോ മന്ത്രബോധമോ ആയിക്കൊള്ളട്ടെ, പ്രാർത്ഥിക്കുന്നതനുസരിച്ച് പൈശാചിക ശക്തികൾ മാറും. രണ്ട് കരങ്ങൾ ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കാരണം വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന വാഗ്ദാനം അതാണ്. ദൈവം നൽകുന്ന വാഗ്ദാനം അതാണ്.
നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടും. ദൈവം നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല, നിന്നെ അനാഥനായിട്ട് വിടില്ല. നമ്മൾ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചതാ. വിശ്വസിക്കും തോറും ഈ കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. വിശ്വസിക്കും തോറും എന്തിലാ വിശ്വസിക്കണ്ടേ? സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കും തോറും നമ്മൾ ഇത് അനുഭവിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചാടി എഴുന്നേറ്റ് നിന്നേ. നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തെ നമ്മൾ ഹൃദയത്തിലോട്ട് സ്വീകരിച്ചേ. പ്രിയപ്പെട്ട ദൈവജനമേ, പല വിഷയങ്ങളിൽ ഭാരമുള്ളവരാണ് നമ്മളിൽ എല്ലാവരും തന്നെ. വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ചില സംഭവങ്ങളിൽ വല്ലാണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളുണ്ട്. മക്കൾക്ക് പൈശാചിക പീഡയാണോ എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നവരുണ്ട്. എന്തോ ആയിക്കോട്ടെ, പ്രാർത്ഥന ഉയർന്നാൽ പിശാചിനെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കത്തോലിക്ക തിരുസഭയിൽ നമുക്ക് ഈ തിന്മയ്ക്കെതിരെ പോരാടുവാൻ അനേക തരത്തിലുള്ള പ്രാർത്ഥനാ ബലങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് തിരുഹൃദയ ജപമാല ചെല്ലുന്നത്. തിരുഹൃദയ പ്രതിഷ്ഠ എന്താ അർത്ഥം? കുടുംബത്തെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. ആ വീടിനെ, കുടുംബ അംഗങ്ങളെ, കൃഷിയിടങ്ങളെ തിരുരക്തത്തിന്, തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വീട്ടിലൊക്കെ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് നോമ്പുകാലം വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട, കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കാം. ആ വീട്ടിലൊക്കെ നിന്ന് കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കാം. തിന്മയുള്ളൊരു മേഖല മകന്റെ മുറിയായിരിക്കാം. ആ മകൻ ആ മുറിക്കകത്ത് കയറ്റുന്നില്ല, എന്തോ ഒരു പൈശാചിക പീഡ പോലെ. നിങ്ങൾ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കണമെന്നില്ല. ആ മുറിക്കകത്ത് ഒരു കുരിശിന്റെ വഴിയൊക്കെ അങ്ങോട്ട് മുട്ടുകുത്തി ചെല്ലുന്നു. എന്ത് തിന്മയാണെങ്കിൽ അത് കെട്ടുവിട്ടു പോകും. പ്രാർത്ഥനകൾ ഉയരണം. നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന ഉയർന്നാൽ ആ അന്തരീക്ഷത്തില് ആ പ്രാർത്ഥനയുടെ ബലം അത് ശക്തി പ്രാപിക്കും. അത് അഭിഷേകമാണ്, വിടുതലാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെയൊക്കെ പ്രത്യേകത അതാണ്. കുരിശ് വരച്ചുള്ള പ്രാർത്ഥന. എങ്ങനെയാ കുരിശ് വരയ്ക്കുന്നേ? ഒന്ന് കുരിശ് വരച്ചേ. എങ്ങനെയാ കുരിശ് വരയ്ക്കുന്നേ? നിൽക്കണം, നിപ്പ് കണ്ടാൽ തന്നെ അറിയാം. നല്ല കുരിശ് വര. നേരെ ഒന്ന് നിന്നേ. നമ്മൾ കുരിശ് വരയ്ക്കുന്നത്, കുരിശ് പിശാചിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമാണ് കേട്ടോ. പിശാചിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമാണ്. ഒന്ന് കൈയൊക്കെ കൂപ്പി പിടിച്ചേ. എങ്ങനെയാ കൈ കൂപ്പേണ്ടത്? വയറേലല്ല ചേട്ടാ, ഹൃദയത്തിൽ. ഉദരമാണ് ജീവിതം അല്ല, ഹൃദയമാണ് ജീവിതം. കൈയൊക്കെ കൂപ്പി പിടിച്ച് നിവർന്ന് നിൽക്കുമ്പോൾ തന്നെ പിശാച് ഓടിപ്പൊക്കോളും. കൈയൊക്കെ കൂപ്പി നിന്നേ, നിവർന്ന് നിന്നേ. വെരി ഗുഡ്. ഇനി പറഞ്ഞേ, എങ്ങനെ തുടങ്ങുന്നത്? നല്ല തമ്പുരാനെ. ഇടത് കൈ എവിടെ? ഇടത് കൈ പോക്കറ്റിലല്ല ചേട്ടാ, ഇടത് കൈ ഹൃദയത്തോട് ചേർത്ത് വെച്ചേ. കരങ്ങൾ കൂപ്പി തുടങ്ങിക്കേ. സുല്ല് ആദ്യം തൊട്ട് തുടങ്ങാം. കരങ്ങൾ കൂപ്പിക്കേ. നല്ല തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ. എവിടെയാ കുരിശ് വരച്ചേ? കഴുത്തേലെത്തിയോ ചേച്ചി? ഇതെന്തുവാ? വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ. എവിടെ? നെറ്റിയിൽ എന്ന് പറഞ്ഞാൽ നിന്റെ ബുദ്ധി, നിന്റെ ആലോചന, നിന്റെ ഓർമ്മകളെ കുരിശ് വരച്ച് നമ്മൾ അങ്ങോട്ട് ബന്ധിക്കുക കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ചെറുപ്പക്കാരൻ്റെ തലയ്ക്കകത്ത് ഇരിക്കുന്ന ഓർമ്മ. ആരോ പറഞ്ഞിരിക്കുന്നു, രക്ഷപ്പെടിയാല, നീ എവിടെ പോയാലും ഇങ്ങനെയായിരിക്കും, ഗതിയില്ല. തലയ്ക്കകത്തിരിക്കുന്ന എന്നതാ നെഗറ്റീവ്. നിന്റെ തലയ്ക്കകത്തുള്ള ഓർമ്മകൾ, ചിന്തകൾ, ആലോചനകളെ കുരിശ് വരച്ച് ബന്ധിക്കണം. കരങ്ങൾ കുപ്പിക്കേ. തുടങ്ങാം. നല്ല തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന്. ഇപ്പൊ എവിടെയാ വരച്ചേ? കഴുത്തല്ല, ചുണ്ട്. സംസാരത്തെ കുരിശ് വരച്ച് ബന്ധിക്കുന്നു. സംസാരം വഴി ഒത്തിരി പൈശാചിക ശക്തി വരുന്നുണ്ട്. സംസാരം വഴി. അപ്പൊ ആ സംസാരത്തെ വിശുദ്ധീകരിക്കുന്നു കേട്ടോ. തുടങ്ങിക്കേ. ഒന്നും കൂടെ ആദ്യം തൊട്ട് കരങ്ങൾ കൂപ്പി. തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. എവിടെ എത്തി? വയറല്ല, ഹൃദയം. ഹൃദയത്തിൽ എന്താ വേണ്ടേ? ഹൃദയത്തിൽ എന്നതാ വേണ്ടേ? പറ. സ്നേഹം. സ്നേഹം ഇരിക്കുന്ന ഇടമാണ് ഹൃദയം. സ്നേഹമായി ഈശോ അല്ലേ? അപ്പൊ ആ സ്നേഹം കുരിശ് ഹൃദയത്തിൽ വരയ്ക്കണം കേട്ടോ. ആദ്യം തൊട്ട് തുടങ്ങാം. കരങ്ങൾ കൂപ്പിക്കേ. നല്ല തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ. പിതാവ് എവിടെയാ? മൂക്കേലാണോ? ചേച്ചി എവിടെയാ പിതാവ്?
പിതാവ് ഹെഡ് ശിരസിന് മുകളിൽ കൈ അങ്ങോട്ട് വെക്ക് ചേട്ടാ. പിതാവിൻ്റെയും പുത്രൻ എവിടെയാ? ഹൃദയം. പുത്രൻ്റെയും പരിശുദ്ധാത്മാവ് എവിടെയാ? പരിശുദ്ധാത്മാവ് എവിടെയാ? 2 തോളറ്റം. എന്താണ് അർത്ഥമാക്കുന്നത്? ഭാരം വഹിക്കാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറഞ്ഞേ, പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? എന്താ അർത്ഥം ആമേൻ? എന്താ വാക്കിന്റെ അർത്ഥം? അപ്രകാരം തന്നെ സംഭവിക്കട്ടെ. ഹല്ലേലൂയാ. അപ്പൊ കരങ്ങൾ കൂപ്പി നല്ല അന്തസ്സോടുകൂടെ ഒന്ന് കുരിശ് വരച്ചേ. നന്നായിട്ട് കുരിശ് വരച്ച് ഒച്ചത്തിൽ പറഞ്ഞോണ്ട് കുരിശ് വരയ്ക്കണം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക, ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വരത്തിൽ പറഞ്ഞേ, ആമേൻ, ആമേൻ, ആമേൻ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ, നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ചേ. പറഞ്ഞതോർത്തോണം, ആരാധിക്കുന്നിടങ്ങളിൽ പിശാചിന് നിൽക്കാൻ പറ്റില്ല. ദൈവത്തെ ആരാധിക്കുന്നിടങ്ങളിൽ പിശാചിന് നിൽക്കാൻ പറ്റില്ല. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ, കണ്ണടച്ചോ. മനസ്സിൽ വീണ്ടും കാണണം നിന്റെ വീടിരിക്കുന്ന സ്ഥലം, കൃഷിയിടങ്ങൾ, സകല മേഖലകളിലും. ഓ ദൈവത്തിൻ്റെ ആത്മാവെ, വിശുദ്ധ കുരിശിൻ അടയാളത്താൽ ഈ നിമിഷങ്ങളിൽ വലിയൊരു വിശുദ്ധീകരണം സംഭവിക്കപ്പെടുന്ന സമയമാണ്. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ. എൻ്റെ ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത്, ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് എൻ്റെ കുടുംബത്തിൽ കാലാകാലങ്ങൾ എന്നെ പീഡിപ്പിക്കുന്ന സകല തിന്മയുടെ നാരിക ശക്തികളെയും കർത്താവെ ബന്ധിക്കണമേ. ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ കുടുംബത്തിലെ എൻ്റെ കുടുംബ അംഗങ്ങളുടെ മേൽ ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക പീഡകൾ ഉണ്ടെങ്കിൽ, മന്ത്രവാദത്തിൻ്റെയോ കൂടോത്രത്തിൻ്റെ ആഭിചാര പ്രക്രിയയുടെയോ എന്തെങ്കിലും തരത്തിലുള്ള തിന്മയുടെ മേഖലകൾ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കുടുംബങ്ങളിലോ ഈ അടുത്ത നാളുകൾ എന്തെങ്കിലുമായിട്ട് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ഈ നിമിഷങ്ങളിൽ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മക്കളിലേക്ക് കർത്താവിൻ്റെ ശക്തി വെളിപ്പെടും, ജീവിത പങ്കാളിയിലേക്ക് കർത്താവിൻ്റെ ശക്തി വെളിപ്പെടും, മാതാപിതാക്കളിലേക്ക് ശക്തി വെളിപ്പെടും, സഹോദരങ്ങളിലേക്ക് വെളിപ്പെടും. യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ ഈ സമയം വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്വത്തിൻ്റെ പേരുള്ള തർക്കങ്ങൾ, വഴക്കുകൾ, സകല തിന്മയുടെ മേഖലകളും ഈ സമയത്ത് വിട്ടുപോകട്ടെ. കർത്താവിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവജനത്തിൻ്റെ മേലും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. സകല തിന്മയുടെ കെട്ടുകളും അഴിയട്ടെ. ജോലി സ്ഥാപനങ്ങളിൽ ഈ സമയത്ത് അനുഭവപ്പെടുന്ന എല്ലാ തടസ്സങ്ങളും മാറട്ടെ. നീണ്ട നാളുകളായിട്ട് പ്രമോഷൻ തടസ്സപ്പെട്ടിരിക്കുന്ന സകലരുടെയും തടസ്സങ്ങൾ മാറട്ടെ. ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കപ്പെടട്ടെ. വ്യക്തികൾ നിങ്ങളെ പീഡിപ്പിക്കുന്ന തിന്മകൾ വിട്ടുപോരട്ടെ. അയൽവാസികളുടെ ഏതെങ്കിലും തരത്തിലുള്ള പീഡകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നാട്ടുകാരുടെ പീഡനങ്ങൾ ഏതെങ്കിലും തരത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, യേശുവിന്റെ അത്ഭുത ശക്തിയിൽ ഈ സമയം വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ഹന്നാം വെള്ളം തളിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ മേൽ ഈ സമയങ്ങളിൽ വിശുദ്ധീകരണം സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഒരൊറ്റ വിളി, ഈശോയേ എന്ന് വിളിച്ച് ആരാധന, 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 ആരാധന. ദൈവത്തിന്റെ അത്ഭുത ശക്തി ദൈവജനത്തിന്റെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. വിശുദ്ധ കുരിശിൻ അടയാളത്താൽ ഞങ്ങളുടെ മേൽ ഈ സമയത്ത് അത്ഭുതകരമായ ശക്തി ഇതാ വെളിപ്പെടുന്നു. വൈദികർ അന്നാം വെള്ളം തെളിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മേല് കാലാകാലങ്ങളായി നിന്നെ പീഡിപ്പിക്കുന്ന സകല തിന്മയുടെ കെട്ടുകൾ വിട്ടുപോട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. ആരാധന, ആരാധന, ആരാധന. ആമേൻ, ആമേൻ, ആമേൻ. കയ്യടിച്ചേ, നന്നായിട്ട് കയ്യടിച്ചേ, നല്ല ശക്തിയിൽ കയ്യടിച്ചേ. ആമേൻ. വിശുദ്ധ കുരിശിന്നടയാളത്താൽ ഞങ്ങളി നാഥാരക്ഷിക്ക, അലറി വീഴുങ്ങാനുഴറി വരുന്നൊരു ശത്രുവിൽ നിന്നും രക്ഷിക്ക. വിശുദ്ധ കുരിശിൻ അടയാളത്താൽ ഞങ്ങളെ നാഥാരക്ഷിക്ക, അലറി വീഴുങ്ങാനുഴറി വരുന്നൊരു ശത്രുവിൽ നിന്നും രക്ഷിക്കാൻ. യേശുവിൻ്റെ തിരുനാമത്താൽ സാത്താൻ ബന്ധിതനാകട്ടെ. യേശുവിൻ്റെ തിരുനാമത്താൽ സാത്താൻ ബന്ധിതനാകട്ടെ. പാപപരീക്ഷകൾ, രോഗപീഡകൾ സർവം നീങ്ങി പോകട്ടെ.
പരീക്ഷകൾ രോഗപീഠകൾ സർവം നീങ്ങി പോകട്ടെ. കരങ്ങൾ ഉയർത്തി ഒരൊറ്റ വിളി ഈശോയേ എന്ന് വിളിച്ചേ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. സകല തിന്മയുടെ ആരോഗ്യ ശക്തികൾ കെട്ടുവിട്ട് പോകട്ടെ. മന്ത്രവാദത്തിന്റെയും ആഭിചാര പ്രക്രിയകളുടെയും ദുഷ്ടചിന്തകളുടെയും സകല വൈശാചിക ശക്തികളും വിട്ടുപോകട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. കൈയടിച്ച് നന്നായിട്ട് കൈയടിച്ചേ, ശക്തിയോടെ. ആമേൻ. യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. നൈരാശ്യങ്ങൾ വൈരാഗ്യങ്ങൾ സർവം നീങ്ങി പോകട്ടെ. നൈരാശ്യങ്ങൾ വൈരാഗ്യങ്ങൾ സർവം നീങ്ങി പോകട്ടെ. വിശുദ്ധ കൈകളടിച്ച് അടയാളത്താൽ ഞങ്ങളെ നാഥ രക്ഷിക്കാൻ അലറി വിഴുങ്ങ ഉഴറി വരും ഒരു ശത്രുവിൽ നിന്നും രക്ഷിക്കാൻ. വിശുദ്ധ കുരിശിൻ അടയാളത്താൽ ഞങ്ങളെ നാഥ രക്ഷിക്കാൻ അലറി വിഴുങ്ങ ഉഴറി വരും ഒരു ശത്രുവിൽ നിന്നും രക്ഷിക്കാൻ. യേശുവിന്റെ തിരുവചനത്താൽ സാത്താൻ ഭയന്നു വിറക്കട്ടെ. സമയം തന്നെ യേശുവിന്റെ തിരുവചനത്താൽ സാത്താൻ ഭയന്നു വിറക്കട്ടെ. ഗർവം സ്വാർത്ഥത കോപം ദ്വേഷം സർവം നീങ്ങി പോകട്ടെ. ഗർവം സ്വാർത്ഥത കോപം ദ്വേഷം സർവം നീങ്ങി പോകട്ടെ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് യെശയ്യായുടെ പുസ്തകം 45-ാം അധ്യായം 2-3 തിരുവചനം. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമലുകൾ ഒടുക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും നിനക്ക് തരും. കർത്താവേ, ഈ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ ജീവിതങ്ങളിലെ എല്ലാ പ്രതിബന്ധങ്ങളും മാറട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. യെശയ്യായുടെ പുസ്തകം 22 അവൻ തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല, അവൻ അടച്ചാൽ വേറെ ആർക്കും തുറക്കാൻ പറ്റില്ല. കർത്താവേ, ഈ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ പീഡിപ്പിക്കുന്ന സകല തിന്മയുടെ കെട്ടുകളും കെട്ടുവിട്ട് പോവട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. Praise the Lord. Hallelujah. 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 1 യോഹന്നാൻ 4:4 എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിനുള്ളവനേക്കാൾ വലിയവനാണ്. Praise the Lord. Hallelujah. Hallelujah.